കുറേ കഥകളുണ്ട്. ഏറ്റവും നല്ല കഥ പറഞ്ഞു. ചില ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര, കാരണം ഇവരൊക്കെ വലിയ സ്റ്റാർസ് ആണ്. സ്റ്റാർസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ അവരുടെ സ്റ്റാർഡം, അവർക്ക് കഥയോ ഇതൊക്കെ കഥയും സിനിമയൊക്കെ അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ അവരുടെ സ്റ്റാർഡം നമ്മുടെ ഡയറക്ടേഴ്സ് നമ്മൾ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അവരെങ്ങനെ നമ്മൾ കൊണ്ടു നടക്കുന്നു, അവരെങ്ങനെ നമ്മൾ പാമ്പർ ചെയ്യുന്നു, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർക്ക് നൂറുകൂട്ടം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും, അവർക്ക് കുറെ ചിന്തകളുണ്ടാവും, അവർ പാരലായിട്ട് വേറെ പരിപാടികൾ, സിനിമകൾ, പല പരിപാടികൾ തിരക്കിനിടയിലായിരിക്കും അവർ വരുന്നുണ്ടാവും. കാരണം അവർക്ക്, ഞാൻ സിനിമ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവർക്ക് വിശ്വാസം, ദർബാർ, ബിഗിൽ, സൈമ നരസിംഹ റെഡ്ഡി, ഇങ്ങനെ 4 പടം പാരലായിട്ട് അവർക്ക് ഷൂട്ട് നടക്കുന്നുണ്ട്. അതിനിടയിലാണ് എൻ്റെ പടത്തിന് വരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇവർക്ക് വിളികൾ വന്നോണ്ടിരിക്കുക, മാം എപ്പോഴാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഭയങ്കര ഫെഡപ്പ് ആയിട്ടാണ് ഒരു അപ്പൊ ഈ ടെൻഷൻ ഞാൻ അവർ വിളിച്ചോണ്ടിരിക്കുന്നത് ഞാൻ എന്തായാലും എനിക്ക് 10 ദിവസം മറ്റേതില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട്, ഈ മുടി എവിടുന്നാ കളർ ചെയ്തതെന്ന് മാം, ആ മുടി കളർ ചെയ്തത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആണോ? ഐ ഡിഡ് ഇൻ കാലിഫോർണിയ when I was born. എന്നുവെച്ചുകഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് അപ്പൊ കുട്ടികളുടെ മനസ്സാ. അപ്പൊ ഞാനാണെങ്കിൽ ഈ വിഷയം മാറ്റണം കറക്റ്റിന്റെ രീതിയിൽ. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് പറയില്ലേ, വീണ ഈ സാരി നല്ല രസമുണ്ട് എന്ന് പറയുമല്ലോ. രസം ഇല്ലെങ്കിലും നമ്മൾ പറയുമല്ലോ അല്ലേ? വീണ ആ ലെൻസ് ഇട്ടത് ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് ആ ലെൻസിൽ കാണാൻ, ഇല്ലെങ്കിലും നമ്മൾ പറയുമല്ലോ. പക്ഷെ അവരുടെ കേസിൽ അത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ എനിക്ക് പലപ്പോഴും പല ഘട്ടങ്ങളിൽ ഇവരുടെ പലപ്പോഴും ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വിഷയം എടുത്തിടാൻ വേണ്ടി ഞാൻ പലപ്പോഴും, മാം ഓൾറെഡി അവർക്ക് അത്രയും ഭംഗിയുണ്ട്, അപ്പോ ചില ഭംഗിയില്ലാത്ത ഒരാൾക്കാരെ അല്ലല്ലോ, ഞാൻ ആ രീതിയിൽ ഫ്ലാറ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ബട്ടർ ചെയ്യുമല്ലോ ആൾക്കാര്. മാം ഈ കളറിങ്, ഈ നെയിൽ പോളിഷ് കൊള്ളാലോ, ആ ദിവസം പിന്നെ അതൊന്നും ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഞാൻ പതിയെ സോപ്പിട്ട് ആ സോപ്പിടൽ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അതിൽ ഞാൻ ഉസ്താദായിരുന്നു. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവസാനത്തെ ആള് വരട്ടെ. കുറച്ച് വൃത്തിയുള്ള ഫോട്ടോ വെച്ചുകൂടെ? എന്തോ എനിക്കറിയില്ല, ഇത് എപ്പോഴത്തെ ഫോട്ടോ? എന്തോ ഒരു ഫോട്ടോ എന്റെ ഉണ്ട്. ഇത്രയും മെനകെട്ട ഫോട്ടോയാണല്ലോ. അല്ല, ഞാൻ എന്താ വിചാരിച്ചറിയാമോ, ഞാൻ നസ്രിയ എന്നൊക്കെ അല്ലേ? ഞാനും എനിക്ക് പേരെഴുതി കാണിച്ചപ്പോഴേ കംപ്ലൈന്റ് ആയിട്ട് എഴുതി കൊടുക്കൂ. എന്താ പറയണ്ടേ, എനിക്കറിയില്ല. ഞാനിപ്പോ കരയും ഇവിടെ. എനിക്ക് റോസ്റ്റ് ചെയ്യാൻ മാത്രം, എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മള് തമ്മിലുള്ള അന്തർധാര